ഫാക്ട് ചെക്കിങ് പോട്ടെ, ഒരു സംഗതി കിട്ടുമ്പോൾ ഈ ആക്രോശിക്കുന്ന എന്തിനാ? ഇപ്പോൾ ഇന്നലെ ഒരു ചാനൽ 2-3 ആങ്കർമാരുള്ള ഒരു മലയാളം ചാനൽ ഒരുമിച്ച് ആങ്കർ ചെയ്യുന്ന ചാനൽ പറയാണ്, നമ്മുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് പറഞ്ഞിരിക്കുന്നു പാകിസ്ഥാനെ ഭൂമുഖത്ത് തന്നെ ഇല്ലാതാക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ സഹ ആങ്കർ പറയാണ് അതിനർത്ഥം പാകിസ്ഥാനെ തീർക്കുമെന്ന് തന്നെയല്ലേ അദ്ദേഹം പറയുന്നത്? അത് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അപ്പം മൂന്നാമത്തെ ആൾ പറയാണ് ശരിയാണ്, ഞാൻ പറഞ്ഞില്ലേ പാകിസ്ഥാനെ ഇന്ത്യ തീർക്കും, അതിനുള്ള എല്ലാ കോപ്പും കൂട്ടിക്കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് പിന്നെ അതിനെക്കുറിച്ചുള്ള വലിയ സംസാരങ്ങളാണ്. ഇങ്ങനെ എന്താ പറയുക, ഈ മറ്റേ ഈ മ്യൂസിക് അതിനെന്താ പറയുക, BGM ഇട്ടിട്ട് ഇങ്ങനെ കയറ്റി വിട്ടിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. കുറച്ച് കഴിഞ്ഞിട്ട് 5 മിനിറ്റ് കഴിഞ്ഞപ്പം പെട്ടെന്ന് സംഗതി മാറി. അത് അജിത് ഡോവലിൻ്റെ ഔദ്യോഗിക ഹാൻഡിൽ നിന്നായിരുന്നില്ല എന്ന് നമ്മൾ തിരിച്ചറിയുന്നു, നമ്മൾ ഫാക്ട് ചെക്ക് നടത്തി കണ്ടെത്തിയിരിക്കുന്നു എന്ന് അന്നേരം പ്രഖ്യാപിക്കുകയാണ്. എന്നിട്ട് പിന്നീട് പ്രേക്ഷകരുടെ ഒരു ഉപദേശം, ഇങ്ങനെ വ്യാജ വാർത്തകൾ വിശ്വസിക്കരുത്, എല്ലാം ഫാക്ട് ചെക്ക് നടത്തി. ഇതെന്താ പരിപാടി? ഇങ്ങനെ ഇത്തരം കോമഡി പീസുകളാണ് നമ്മുടെ യുദ്ധത്തിനിടയ്ക്ക് നമ്മൾ ചിരിപ്പിക്കാൻ പറ്റുന്ന ഇത്ര പീസുകളാണ്. പിന്നെ നേരത്തെ അജിൻസ് പറഞ്ഞ പോലെ ഞാൻ ആ സമയത്ത് ഡെസ്കിലുണ്ട്, പെട്ടെന്നൊരു ചാനൽ വാർത്ത വരണമെങ്കിൽ രാജ്യത്തെ എല്ലാ വിമാനത്താവളങ്ങളും അടച്ചു പൂട്ടിയിരിക്കുന്നു. അപ്പോൾ നമ്മളിങ്ങനെ നോക്കുക, നമ്മൾക്ക് വാർത്ത കിട്ടുന്നില്ലല്ലോ. നമ്മൾ ബാക്കിയുള്ള ചാനലൊക്കെ നോക്കിയോ, വേറെ ചാനലും കാണുന്നില്ല. നമ്മുടെ ഡൽഹിയിലെ റിപ്പോർട്ടറെ വിളിക്കുന്നു, നമ്മുടെ മൊത്തം സർക്കാരിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റുകളൊക്കെ പരതുന്നു, എവിടെയും ഈ സാധനം കാണാനില്ല. അപ്പോൾ ഈ പറഞ്ഞ പോലുള്ള ആങ്കർമാർ അങ്ങ് ആക്രോശിക്കുകയാണ്, രാജ്യം പൂർണ്ണമായും യുദ്ധത്തിന് സജ്ജമായിരിക്കുന്നു, ഇനി യുദ്ധം മാത്രമേ പോംവഴിയുള്ളൂ, ഇനി യുദ്ധമാണ്. അത് അദ്ദേഹം പ്രത്യേകം യുദ്ധസമാനമായ സാഹചര്യം എന്നല്ല പറയേണ്ടത്, യുദ്ധ സാഹചര്യം എന്നാണ് പറയേണ്ടത് എന്നൊക്കെ അടിവരയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നിട്ട് അത് കൂട്ടിച്ചേർക്കുന്നുണ്ട്, അതായത് ഇപ്പോൾ എല്ലാ വിമാനത്താവളം അടച്ചു കഴിഞ്ഞു, ഇനി ടേക്ക് ഓഫ് സാധ്യമല്ല, പക്ഷേ ആകാശത്തുള്ള വിമാനങ്ങൾക്ക് ഇറങ്ങാനുള്ള അവസരം ഉണ്ടാകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പറയുക തന്നെ. ഇതാണ് നമ്മുടെ ഏറ്റവും മുതിർന്ന മാധ്യമ ഏറ്റവും പ്രധാനപ്പെട്ട ആങ്കർമാർ എന്നൊക്കെ മലയാളികൾ വാഴ്ത്തുന്ന ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് നമ്മുടെ നാഷണൽ ചാനൽ ഇത്തവണ ഒന്നുമല്ല, നമ്മളാണ് അതിൻ്റെ മുകളിൽ നിൽക്കുന്നത്, മലയാളികളുടെ ചാനലുകൾ. അപ്പോൾ ഈ ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇത് സത്യം പറയുകയാണെങ്കിൽ ഒരു ചാനൽ എയർപോർട്ട് പൂട്ടുന്നു, വേറെ ചാനൽ കറാച്ചി പോർട്ടിൽ പിന്നെ ബോംബിടുന്നു, വേറെ ചാനൽ പാകിസ്ഥാനെ ഭൂപടത്തിൽ നിന്ന് ഇല്ലാതാക്കുന്നു. ഇങ്ങനെയുള്ള സാധനങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ പറഞ്ഞ പോലെ ഒരു യുദ്ധത്തിന് വേണ്ടി നമ്മളിങ്ങനെ ആഗ്രഹിക്കുന്ന പോലെയാണ് നമ്മുടെ എല്ലാം ചാനൽ സ്ക്രീനുകൾ കണ്ടാൽ തോന്നുന്നത്. നേരെ മറിച്ച് ഒരു ഫാക്റ്റ് കൃത്യമായി പറഞ്ഞ് ഇന്ന സംഗതികൾ. ഇപ്പോൾ ഇന്നലെ ഒരു ഏകദേശം 9:30 മണിയോട് കൂടിയാണ് ഈ സംഭവങ്ങളുടെ ഒരു തുടർച്ച വരുന്നത്. അപ്പം ജമ്മുവിലേക്ക് പാകിസ്ഥാൻ്റെ ഡ്രോണുകൾ വരുന്നു, നമ്മുടെ പിന്നെ സുദർശൻ ചക്ര ഇതെല്ലാം നിർവീര്യമാക്കിക്കൊണ്ടിരിക്കുന്നു. അതെല്ലാവരും പറയുന്നുണ്ട്. കാരണം നമുക്ക് അവിടുത്തെ മലയാളികളായ ജമ്മു കാശ്മീർ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾ വരെ നമുക്ക് വീഡിയോ സന്ദേശം വരെ അയക്കുന്നുണ്ട്, ഈ നമ്മൾ മുകളിലൂടെ സംഗതി പോകുന്നുണ്ടെന്നൊക്കെ. അതൊക്കെ ദൃക്സാക്ഷികളുടെ വിവരം തന്നെയുണ്ട്. അതിനപ്പുറത്തേക്ക് പിന്നെ നമ്മളെന്താ പറയുന്നതെന്ന് വെച്ചാൽ ഇന്ത്യ ഇനി വെറുതെ ഇരിക്കില്ല, ഇന്ത്യ അടിക്കും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. തൊട്ടുടനെ എന്ത് വരുന്നു, കറാച്ചിയിൽ തുറമുഖത്ത് നമ്മുടെ INS വിക്രാന്തിൽ നിന്ന് മിസൈൽ പതിച്ചിരിക്കുന്നു, ലാഹോറിൽ ഇസ്ലാമാബാദിൽ സ്ഫോടനം ഉണ്ടാകുന്നു, പ്രധാനമന്ത്രിയുടെ വസതിയുടെ അടുത്ത് മിസൈൽ വീഴുന്നു, പ്രധാനമന്ത്രി ഒളിവിൽ പോകുന്നു, സൈനിക മേധാവിയെ കാണാനില്ല, അറസ്റ്റ്, ഈ ജാതി സാധനങ്ങൾ. അപ്പം നമ്മളിങ്ങനെ ആലോചിക്കണം, ഇതൊക്കെ ഇത് ഇങ്ങനെ ഒരു യുദ്ധം പ്രഖ്യാപിക്കാതെ യുദ്ധം നടക്കുമോ എന്ന് നമുക്ക് തോന്നിപ്പോകണം. അപ്പോൾ ഇതൊക്കെ ഒരു സിമ്പിൾ ലോജിക്കിൽ നമുക്ക് ചിന്തിക്കാവുന്ന കാര്യങ്ങളാണല്ലോ. പിന്നെ എല്ലാ ചാനലുകളും സമ്മർദ്ദത്തിൽപ്പെടുകയാണ്. ഇത്തരം വാർത്തകൾ വേറെ ചാനലിൽ പോകുമ്പോൾ ബാക്കിയുള്ള ചാനൽ ഇത് നമുക്ക് മാത്രമില്ലല്ലോ എന്നുള്ള അവസ്ഥയിലേക്ക് ബാക്കിയുള്ള ചാനലുകൾ ചിന്തിച്ചു പോവുകയാണ്, ആ അവസ്ഥയിലേക്ക് പോവുകയാണ്. പിന്നെ കുറേ വിഷ്വൽസിൻ്റെ കാര്യം. വിഷ്വൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ വിഷ്വൽസ് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം വീഡിയോ ഗെയിമാണെന്ന്. പക്ഷേ ഇന്നിപ്പം പല ചാനലുകളും എല്ലാവരും ഫാക്ട് ചെക്ക്, സാധാരണക്കാരായ ആളുകൾ ഫാക്ട് ചെക്ക് നടത്തി സോഷ്യൽ മീഡിയയിൽ ഇത് വീഡിയോ ഗെയിമാണെന്ന് ഇട്ടിട്ടും ഗസയിലെ വിഷ്വലാണെന്ന് ഇട്ടിട്ടും ഒക്കെ ഇപ്പോഴും ചാനൽ സ്ക്രീനുകളിൽ ഇത് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ മാധ്യമങ്ങൾ എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയും നമ്മുടെ മെയിൻ സ്ട്രീം മീഡിയയും തമ്മിൽ ഒരു വ്യത്യാസമില്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അപ്പോൾ ഇത് വല്ലാത്തൊരവസ്ഥയാണ്. ഇനിയെങ്കിലും ഇപ്പം പിന്നെ ഡിഫൻസ് മിനിസ്ട്രിയാണോ പ്രത്യേക കുറിപ്പ് ഇറക്കിയത്, ഈ ലൈവ് റിപ്പോർട്ടിങ് പാടില്ല എന്നൊക്കെ പറഞ്ഞ് അവർക്ക് അങ്ങനെ ഇറക്കേണ്ടി വന്നു. ആ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെട്ടു. അപ്പോൾ ഈ ആവേശം കുറച്ച് ഫാക്റ്റ് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളത് മാത്രമേ രക്ഷയുള്ളൂ. യുദ്ധത്തിന് വേണ്ടി കൊതിക്കാതെ നമ്മളിപ്പം
യുക്രൈൻ വാർ ഉണ്ടാകുമ്പോഴും ഗസ വാർ ഉണ്ടാകുമ്പോഴൊക്കെ എല്ലാവരും സേ നോ ടു വാർ എന്ന് പറയുന്ന ടാഗ് ലൈനിലാണ് വാർത്തകൾ കൊടുത്തുകൊണ്ടിരുന്നത്. നമുക്കിപ്പോൾ സേ നോ ടു വാർ എന്ന് പറഞ്ഞ ടാഗ് ലൈനിൽ വാർത്ത കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയായി. യെസ് ടു വാർ പറഞ്ഞിട്ടാണ് നമ്മൾ വാർത്ത കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആ അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. അപ്പം നമ്മൾ കുറച്ചുകൂടി ഇക്കാര്യത്തിൽ ഫാക്റ്റിൽ പിടിച്ചു നിന്ന് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പഠിക്കണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്.